Hi friends, welcome back to Aisha's Creations. ഇന്നത്തെ റെസിപ്പി സ്പെഷ്യൽ ബനാന ഹൽവ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെയൊക്കെ തൊലി കളഞ്ഞെടുക്കാം. ഇപ്പോൾ പഴത്തിൻ്റെയൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ പഴമെല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇടാം. കുരു കളഞ്ഞെടുത്ത 6 ഈന്തപ്പഴം കൂടി ചേർക്കാം. ഈന്തപ്പഴം ചേർത്തത് കൊണ്ടാണ് ഇതിന് സ്പെഷ്യൽ ബനാന ഹൽവ എന്ന് പറഞ്ഞത്. 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പഞ്ചസാരയൊക്കെ കുറവുണ്ടെങ്കിൽ അല്പം കൂടെ പഞ്ചസാര ചേർക്കാം. ഇതിപ്പോൾ എല്ലാം കറക്റ്റാണ്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് മെൽറ്റായി കഴിയുമ്പോൾ കാഷ്യൂ നട്ട്സ് ചേർക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും കാഷ്യൂ നട്ട്സ് ചേർക്കാം. ഞാനിവിടെ 10 എണ്ണമാണ് ചേർത്തിരിക്കുന്നത്. കാഷ്യൂ നട്ട്സ് ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി അത് നല്ലപോലെ വറുത്ത് കോരാം. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ അരച്ച് വെച്ച ബനാന ഡേറ്റ്സ് മിക്സ് ചേർക്കാം. ഇനി ഇത് കൈയെടുക്കാതെ മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരത്തേക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. 5 മിനിറ്റിനുള്ളിൽ ഹലുവ റെഡിയാവുന്നതാണ്. ഇതിപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി ഇത്തിരിയോടെ കുറുകി തുടങ്ങി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. ഈന്തപ്പഴം ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്ത് കുറച്ച് തേങ്ങ ചേർക്കാം. അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ ഇതിനകത്തേക്ക് കുറച്ച് അരിപ്പൊടി കൂടി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ള ഹൽവ കിട്ടും. ഞാനിപ്പോൾ ഇതിൽ അരിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇതിപ്പോൾ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യും വറുത്ത് വച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് നല്ലപോലെ വീണ്ടും ഇളക്കി കൊടുക്കുക. എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പ്ലേറ്റിലിട്ട് കുറച്ച് നെയ്യ് തടവാം. എല്ലാ വശത്തോടെ നെയ്യ് പുരട്ടി കൊടുക്കുക. ഞാൻ കുട്ടികളുടെ ലഞ്ച് ബോക്സാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി ഹലുവ സെറ്റ് ചെയ്യാനായിട്ട് ഇതിലേക്ക് മാറ്റാം. എല്ലാ വശത്തും നന്നായിട്ട് പരത്തി കൊടുക്കുക. നെയ്യ് തടവിയ ഒരു സ്പൂൺ കൊണ്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ പരത്തിയെടുക്കാൻ പറ്റും. ഇനി ഇത് തണുത്തതിന് ശേഷം മുറിച്ചെടുക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയി ഇത് നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി ഒരു നൈഫ് ഉപയോഗിച്ച് ഇതിൻ്റെ വശങ്ങളൊക്കെ വിടിയിച്ച് കൊടുക്കാം. എന്നിട്ട് മുകളിലൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് ഈ ഹലുവ കമഴ്ത്തിയിടാം. ഇപ്പോൾ ഇത് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.